ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും കൊറിയറുമായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് അഡ്രസ്സ് ഇതുവരെ വന്നിട്ടില്ല. അഡ്രസ്സ് വന്നാൽ നമ്മളിപ്പോൾ അയക്കാൻ പോവുകയാണ്. എൻ്റെ കൂട്ടത്തോട് വച്ചേക്കാമെന്ന് കരുതി. പിന്നെ ഇത് 3 ഒരുമിച്ച് പ്രതിഭ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാണിത്. പിന്നെ ഇത് വേദയുടെ ഫ്രണ്ടില്ലേ അഥർവ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ രഞ്ജിനി ചേച്ചി വീണ്ടും ഒരു ഡ്രസ് ഫ്രോക്ക് കൂടി അഥർവയ്ക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വലിയ സൈസ് ഉണ്ടായിരുന്നു, അതിൻ്റെ സ്മോൾ സൈസ് അവൈലബിൾ ആണ്. അത് കുട്ടികൾക്ക് ഇടാൻ പറ്റും കേട്ടോ. അതായത് വേദയുടെ ഒക്കെ പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ അഥർവയ്ക്ക് വേണം, കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി അതിന് വേണ്ടിയിട്ട് അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇനി ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഡോട്ടുള്ള ഒരു ഫ്രോക്ക് കൂടെ ഉണ്ട്, ഡ്രസ് ഫ്രോക്ക്. അതും സ്മോൾ സൈസാണ്. വേദയുടെ ഒക്കെ പ്രായമുള്ള ഒരു 14-15 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റും. അല്ല പറഞ്ഞത്, 14-15 വയസ്സുള്ള കുട്ടികൾക്ക് ഒരു സ്മോൾ സൈസൊക്കെ ഉണ്ട്, അത് ഇടാൻ പറ്റും. അപ്പോൾ ഇത് കൊറിയർ ചെയ്യാൻ പോവാണ്. പക്ഷേ ഇതിനല്ല നമ്മൾ ഇറങ്ങിയത്. എനിക്കൊന്ന് പഴവങ്ങാടി പോകണം. നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഞാനൊന്ന് പഴവങ്ങാടി പോയില്ല കേട്ടോ. ഒരു തേങ്ങയൊക്കെ അടിക്കണ്ടേ. അതുമല്ല ഇന്ന് 1-ാം തീയതിയാണ്. വീഡിയോ ഇടുന്നത് അടുത്ത ദിവസമാണെങ്കിലും വീഡിയോ എടുക്കുന്നത് കർക്കിടക മാസം 1-ാം തീയതിയാണ്. ഒന്ന് അമ്പലത്തിൽ പോകണം. പക്ഷേ 10:45 വരെ എന്തോ അമ്പലമുള്ളൂ. ഇത് കൊറിയർ ചെയ്തിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. അല്ലെങ്കിൽ വേറെ 1-2 കാര്യമുണ്ട്. പിന്നെ നമ്മൾ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ പോസ്റ്റ് ഓഫീസ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത് കൊറിയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്പലത്തിൽ പോകണം. അമ്പലം മിക്കവാറും അടയ്ക്കും. അതുകൊണ്ട് ചിലപ്പോഴേ ഇന്ന് അമ്പലത്തിൽ കയറക്കാൻ നടക്കത്തുള്ളൂ. പിന്നെ 1-2 കാര്യങ്ങൾ. പിന്നെ എന്തോ ഞാൻ പറയാൻ വന്നത് മറന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. കൊറിയർ ചെയ്തു. 10:30 മണി കഴിഞ്ഞു. 10:40 പഴവങ്ങാടി 10:45 വരെ ഉള്ളൂ എന്നാണ് ഗൂഗിളിൽ കണ്ടത്. എന്തായാലും പോയിട്ട് അതുവഴി പോയിട്ട് ലുലുവിലൊക്കെ ഒന്ന് പോകണം. ലുലുവിലെല്ലാം പോയിട്ട് തിരിച്ച് വീട്ടിൽ വരാം. ഗൂഗിൾ നോക്കിയപ്പോൾ 11:30 വരെ നമ്മുടെ അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ രക്ഷപ്പെട്ടു. നല്ല മഴക്കാറ്. അമ്പലം എത്താറായതും മഴ. ഒരു തേങ്ങ ഒരു കറുകമാല വാങ്ങിച്ചു വയ്ക്കാം. എന്നിട്ട് അമ്മ വരുന്നു വയ്ക്കാം. എത്ര രൂപ? 30-40? അതാന്ത് വ്യത്യാസം? ചെറുത് മതി. ഇതാ ഇതാണ് തന്നത്. അത് ഭയങ്കര വിലയല്ലേ മക്കളെ? അങ്ങനെ ഒരിക്കലും കിടവരിക്ക് അങ്ങനെ പറയരുതേ. ഓ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെ കൂട്ടിയിടും അല്ലേ? ഇതെന്താണ് നിന്റെ കാര്യം? നീ മാല കച്ചവടം ഇല്ലല്ലേ? ഉണ്ടാ 100 രൂപയ്ക്ക് തരാൻ പോണേ. ആ അത് തന്നെ. 100 രൂപയ്ക്ക് തരാം. ചേട്ടൻ നാളത്തെ താരമാണ് യൂട്യൂബില്. സത്യം തന്നെ യൂട്യൂബിലിടാനാണ്. ഞാൻ പറയും ഈ ചേട്ടൻ്റെ എല്ലാരും വാങ്ങിക്കാവൂ. അങ്ങനെ 100 രൂപയ്ക്ക് തരാൻ പോണേ. എന്തായാലും ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ഞാൻ 100 രൂപയ്ക്ക് തരാം. നമ്മളെ അതെ പുതിയൊരു സംരംഭം തുടങ്ങി തന്നെ. ഇപ്പൊ ഭഗവാന് കൊടുക്കുമ്പോഴേ. താങ്ക് യു. ചെരുപ്പ് ഇവിടെ ഇട്ടോട്ടാ. ഒന്ന് വന്നാലും ഇവിടെ ഇടാം. ചെരുപ്പിന് ആവശ്യം. ശരി ശരി. 1-ാം തീയതി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇനി അകത്ത് ക്യാമറ വേണ്ട. നമ്മൾ കയറി തൊഴുതിട്ട് വരാം. ഭഗവാന് മാലയും കൊടുത്ത് തേങ്ങയൊക്കെ അടിച്ചിട്ട് വരാം. ഭഗവാനെ കണ്ടു, തൊഴുതു. ഭയങ്കര തിരക്ക്. നിവേദ്യ സമയം, നമ്മൾ എത്തിയ സമയം കറക്റ്റായിരുന്നു. മറ്റേ അഭിഷേകമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. ഇനിയിപ്പം നിവേദ്യം കഴിഞ്ഞ് നട അടയ്ക്കുമെന്ന് തോന്നണം. നട അടയ്ക്കുമെന്ന് തോന്നുന്നു. മാലയൊന്നും നടയിൽ വെക്കാൻ പറ്റിയില്ല. അങ്ങോട്ട് വെക്കാൻ പറഞ്ഞു, ഒരു സൈഡിലോട്ട് കൊണ്ട് വെക്കാൻ പറഞ്ഞു. തിരക്കായോണ്ട് എന്താണെന്ന് അറിഞ്ഞില്ല. ചേട്ടാ അപ്പൊ ശരി. വളരെ സന്തോഷം. ഓ വന്ന് വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ ചെരുപ്പ് ഇവിടെ ഇട്ടിട്ട് ശരി ഹാപ്പിയായിട്ട് തൊഴിലിട്ട് സന്തോഷപ്പെട്ടു. ശരി ശരി. പാവൻ ചേട്ടനും പാവൻ ചേച്ചിയും പാവം അമ്മൂമ്മയും. മഴ. ലുലുവിൽ പോണോന്ന് അങ്ങനെ ലുലുവിൽ പൊക്കോണ്ടിരിക്കുകയാണ്.
കൊള്ളാല്ലേ, നല്ല മഴയും മഴക്കാറും, വലിയ മഴയില്ല, ചെറിയ മഴ. ഇനി നമ്മൾ ലുലുവിൽ പോണം എന്തിനാന്ന് വെച്ചാൽ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ല ഏട്ടൻ്റെ ബെനറ്റൺ ജീൻസ് കീറിയ കാര്യം. അതൊന്നും അവരെ 1 മാസം ആയതല്ലേ ഉള്ളൂ, ഒന്നും അവരെ ഒന്ന് കാണിക്കണമല്ലോ നമ്മൾ. 1 മാസം ആവൂല, 1 മാസം ആവേ ഉള്ളൂ, 1 മാസം കഴിയും, അത്രേ ഉള്ളൂ. 1 മാസം ഈ 3000 4000 രൂപ കൊടുത്തു അതിന് ഉള്ളിലായോട്ടോ ഒരു ജീൻസിന്. എന്നിട്ട് 1 മാസം പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിലായാലും ഒന്ന് അവരെ കാണിക്കണ്ടേ. ലുലു എത്തി. നല്ല രസമുണ്ടല്ലേ, വെയിലൂടെ ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. മഴ ഭയങ്കരമായിട്ട് പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ലുലു എത്തിയിട്ടുണ്ടേ. പെട്രോൾ ഇല്ല, പെട്രോൾ അടിക്കണം. ഇതാട്ടോ പാൻസ്, എന്തായാലും കാണിച്ചു നോക്കട്ടെ. എവിടെയാണെന്ന് അറിയാമോ കാറ് പാർക്ക് ചെയ്തത്? സാധാരണ നമ്മളൊരു ഫോട്ടോ എടുത്ത് വയ്ക്കും, ഇന്നിപ്പോൾ ഫോട്ടോ എടുത്ത് വെച്ചില്ല. മുകളിലല്ലേ യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെനറ്റൺ, ബ്രാൻഡൊക്കെ വലുതാണ്. അടുത്ത ആളാണോ? ഈ കുട്ടിയല്ല, ഈ കുട്ടി തന്നെ അല്ല. ഇതേ ഇവിടുന്ന് 1 മാസം ആവേ ഉള്ളൂ വാങ്ങിയിട്ട്. ഇതത് കീറിയിരിക്കണം. അല്ല അല്ല അല്ല, അവര് അതിനുള്ള പരിഹാരം ചെയ്യാന്ന് പറഞ്ഞു. ഗുഡ്. ബില്ലില്ല കേട്ടോ. ഡേറ്റ് പറഞ്ഞാൽ മതിയാവോ? അവരെ മാറ്റിത്തരാന്ന് പറഞ്ഞു കേട്ടോ. കാരണം 1000 2000 രൂപ കൊടുത്ത് വാങ്ങിച്ചല്ല, 4000 രൂപയ്ക്കകത്ത് എന്തോ ആയി സാധനം. പിന്നെ നമ്മളത് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ചോദിച്ചു, അവർ മാറ്റിത്തരാന്ന് പറഞ്ഞു. 1 വീക്ക് അവർ സമയം ചോദിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഹൈപ്പർ മാർക്കറ്റിൽ പോകണം, വേറെ കുറച്ച് ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അതിനകത്ത് കയറിയാൽ എങ്ങനെ പോയാലും 10-3000 രൂപ, ഒരു സാധനം ഉണ്ടാകുകയില്ല, 10-3000 രൂപ പോവുകയും ചെയ്യും. എന്തായാലും പോയി എനിക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണം, കുറച്ച് സാലഡ്സ് ഒക്കെ വാങ്ങിക്കണം, ഹെൽത്തി ഫുഡ് കഴിക്കണം. കാഷ്നട്ട് എടുക്കണോ? കാഷ്നട്ട് അപ്പോൾ പൂജപ്പുര കയറി വാങ്ങിക്കായിരുന്നു കാഷ്നട്ട്. മെസ്സേജ് വന്നു തോന്നുന്നു. വസ്ത്രയിൽ ഇതൊക്കെ ഓഫർ ഇവിടെ ഒന്നും വാങ്ങിക്കാനില്ല. 800 രൂപയുള്ളൂ. ഓസ്ട്രേലിയൻ ചില്ലി കറി കട്ട്. എന്താണ് ഓസ്ട്രേലിയൻ ചില്ലി മട്ടൺ ബിരിയാണി കട്ട്. ഇതിലൊരല്ലേ ഉള്ളൂ. ചെറിയൊരു കറി വയ്ക്കാം. മീനൊക്കെ അരിയും. മീനൊന്നും വേണ്ട. ഓ, ഗ്രേപ്പ് ഫ്രൂട്ട് നോക്ക്. ഗ്രേപ്പ് ഫ്രൂട്ട് ചീത്തായിരിക്കും. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മംഗോസ്റ്റിൻ. അത് കൊള്ളൂല, ചെറുത്. വാങ്ങിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഹണി കേക്ക്, ബ്രൗണി, കുനാഫ ഒക്കെ വേണ്ടാന്ന് പറഞ്ഞു. തിന്നൂലേ? കഴിക്കൂലേ? സ്ട്രോബെറി ഉണ്ട്, സാധാ വാനില ഉണ്ട്, മാംഗോ ഉണ്ട്. വാനില വാങ്ങിക്കട്ടോ. ആൽമണ്ട് വാങ്ങിക്കാം. ആൽമണ്ട് സ്ലൈസ് കേക്ക്. അത് ചോക്ലേറ്റ് ഇഷ്ടം. ചോക്ലേറ്റ് വേണമെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ പറ്റില്ല. മറ്റേത് മറ്റേ വൈറ്റ് ക്രീം ഇല്ലേ?
ഒരു പീസ് മതി കേട്ടോ. മസാല കുക്കീസ്, ആൽമണ്ട് കുക്കീസ് ഒക്കെ ഉണ്ട്, അത് നല്ലതാണ്. അപ്പം അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റിയാണ് കേട്ടോ. ഒന്ന് നെട്ടയത്തും എപ്പോൾ വന്നാലും നെട്ടയത്തേക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കും. ഏത് ബ്രെഡ് വാങ്ങിക്കട്ടെ? അത് ആട്ട ബ്രെഡ്. ഒരെണ്ണം, ഒരു പീസ് എങ്ങനെയാ? ഒരു പീസ് 27. 250 ആകുമ്പോൾ എത്ര വരും? ഒരു സ്ലൈസ് അതിന് എത്ര റേറ്റ് വരും? അപ്പൊ അതുകൂടെ ആ പപ്പടം കണക്ക് ഇരിക്കുന്നത്, റസ്ക് പോലെ ഇരിക്കുന്നു. ഇന്ന് നമ്മൾ പൊളിക്കും ഡിന്നർ. ഇംഗ്ലീഷ് ഡിന്നറാണ്, ഇംഗ്ലീഷ് ഡിന്നർ. വേദയ്ക്ക് ഇതൊക്കെയാണ് ഇഷ്ടം കേട്ടോ. ടേസ്റ്റ് ഇല്ലെങ്കിലും ഇംഗ്ലീഷ് ഡിന്നർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമേരിക്കൻ ഡിന്നർ കുറച്ചേരം ഇരുന്ന് ചവയ്ക്കാം. ചുണ്ടുവരും, ഞാൻ അപ്പുറത്തേക്ക്. ഇത് ഒരുപാടുണ്ട് കേട്ടോ. 80 റുപ്പീസ്. ഇതൊക്കെ വേദ പറഞ്ഞു വിട്ടത്. പൈനാപ്പിള് ഗുവ 100 വെച്ചു. ക്യൂമസൂട 100 ഗ്രാം. ഹെൽത്തി ആണോ? വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാനല്ലാതെ വീട്ടിലുണ്ടാക്കി കൊടുത്താൽ അവൾക്ക് വേണ്ട. ഇതുപോലെയൊക്കെ മിക്സ് ചെയ്തൊക്കെ കഴിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതന്നെ ഞാൻ അപ്പുറത്ത് വാങ്ങിച്ചത്. ഇരിക്കട്ടെ, കുറച്ച് കടലയൊക്കെ. വീട്ടിലുണ്ടാക്കിയാൽ വേണ്ട. അങ്ങോട്ട് ഇത് ആപ്പിളാണേ. മറ്റേ ഇത് വേണ്ടല്ലേ? കുറച്ച് എല്ലാം കഴിക്കും ഇപ്പൊ തന്നെ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇന്ന് കുറച്ച് സാധനം വാങ്ങിച്ചേട്ടാ, അല്ലെങ്കിൽ ഇത്രയൊന്നും വാങ്ങിക്കൂല. അത് വേറെ കാര്യം. ഷുഗർ ഫ്രീ എനിക്ക് വേണം. ഒന്നെടുക്കട്ടെ? ഷുഗർ ഫ്രീ വേണോ? വീട്ടിലെ ചീസൊക്കെ നല്ല പോവും. ബട്ടർ ബട്ടറൊക്കെ വില കുറവ് കേട്ടോ. 138 ചീസും ഒരു ബട്ടർ.
കഴിഞ്ഞു. ഇനി എനിക്ക് വിശക്കണം. നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരിടത്ത് കയറി കഴിക്കാം. പത്തായം. അവിടെ മില്ലറ്റിൻ്റെ ഒക്കെ ഫുഡാണ്. ഷവർ ക്രീം പിന്നീട് വാങ്ങിക്കാം അല്ലേ? ഇന്നിപ്പോൾ എത്ര ബഡ്ജറ്റേ ഉള്ളൂ. ഒരു ഇതൂടെ വാങ്ങിച്ചിട്ട് ഇതൊക്കെ വേദയ്ക്ക് കുറച്ച് ഇങ്ങോട്ടാണല്ലേ. മസാല ഫ്രൈസ് വാങ്ങിക്കാം. ഇങ്ങനെ ഒരു ഫിഷ് ഫിംഗർ ഇവിടെ വാങ്ങിച്ചിട്ട് നമുക്ക് ഈ ഷോപ്പിംഗ് എൻഡ് ചെയ്യാം. ഫിഷ് ഫിംഗേഴ്സ് വേണ്ട, മറ്റേ ഫിഷ് വേണ്ട, ക്രാബോ മറ്റേ ലോബ്സ്റ്റർ. എൻ്റെ ഫോണാണോ? ഇതിൻ്റെ ട്രോളിയിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? ഓ അല്ല, അവിടെ പോ. വിശക്കണം, രാവിലെ ഒന്നും കഴിച്ചില്ല. ഷുഗർ ഫ്രീ 2200. ഇനി പ്രാവശ്യം സാധനം വാങ്ങിച്ചേട്ടാ. നമ്മുടെ SBIയുടെ കാർഡിൽ നമ്മൾ കാർഡ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഗൂഗിൾ പേ അല്ലേ. കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ പോയിന്റ്സ് ആടാവും, നമുക്ക് അതിൽ ഷോപ്പ് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ കാർഡിൽ 200 പോയിന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. 200 രൂപ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കാർഡ് ആരും ഉപയോഗിക്കും, എല്ലാവരും ഗൂഗിൾ പേ മറ്റേതെല്ലായിടത്തും കാർഡ് സ്വൈപ്പ് ചെയ്യാൻ കൊടുക്കുമായിരുന്നു. അങ്ങല്ല എവിടെ ഇല്ലേ? ജോസ് കേക്കാരന് കുത്തിയിട്ട് പോയായിരുന്നു. ജോസ് ഇവിടെ വേണ്ട, നമ്മുടെ ഷായ് ചേട്ടുണ്ട്. ലൈൻ വൗച്ചർ ഗെറ്റ് ഷെഫ് ലൈൻ 2-piece കുക്കിംഗ് ബോർഡ് സെറ്റ് 1549 കിട്ടിയാന്. 3000 രൂപയുടെ സാധനം 1549 രൂപയ്ക്ക്. നമ്മൾ ഏതൊഴി കയറി വന്ന? ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാം. കാത് കുത്തണമെന്നുണ്ട്, സമയം ഒരുപാട് ലേറ്റ്. ഇനിയിപ്പോൾ വേദ വരും, നാളെ കാത് കുത്താൻ പോകാം. എനിക്കൊരു മിഞ്ചി വാങ്ങിക്കണം. അച്ഛനും അമ്മയും ബർത്ത്ഡേക്ക് പൈസ തന്നു, എന്തെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള വാങ്ങിച്ചോളെ. അപ്പം അതിൽ കാതും കുത്തി മിഞ്ചിയും വാങ്ങാൻ കരുതി. ബാക്കി പൈസ ഏട്ടൻ കോൺട്രിബ്യൂട്ട് ചെയ്യും, ബർത്ത്ഡേ ഗിഫ്റ്റ്. പിന്നെ ഇപ്പം നമുക്ക് പത്തായത്തിൽ പോയി കഴിക്കാം. അവിടെ വെജിറ്റേറിയൻ ആണ്, പക്ഷേ മില്ലറ്റിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസും ആൾക്കാരും ഒക്കെ വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാനിതുവരെ പോയിട്ടില്ല, ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ചോറും മീനും തോരനും ഒക്കെ ഇരിപ്പുണ്ട്. എങ്കിലും ഇന്ന് അവിടെ നിന്ന് കഴിക്കാമെന്ന് കരുതി. ചിലപ്പോൾ ഈ ലിഫ്റ്റ് കയറിയ ഇവിടെ കൂടെ കയറിയിട്ട് അപ്പുറത്തൂടെ ഇറങ്ങേണ്ടി വരും. അല്ല, ഇതിപ്പോൾ ഇവിടെ തന്നെ ഓപ്പണിങ്. ഇതാണ് ഞാൻ പറഞ്ഞ കട കേട്ടോ, പത്തായം മില്ലറ്റ് കവേ. ഔഷധമൊക്കെ ഞാനും വേണ്ട, അത് കഴിക്കുമെന്ന് തോന്നുന്നു. നോക്കട്ടെ. തിരുവനന്തപുരത്ത് ഇങ്ങനൊരു സ്ഥലം വളരെ പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴാണ് നമ്മൾ വരുന്നത്. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാവരും പറയാണ് ഹെൽത്തി ഫുഡ് കഴിക്കണമെന്ന്, ബട്ട് ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഭക്ഷണം ഓർഡർ ചെയ്ത് മുഷിഞ്ഞിരിക്കേണ്ടതില്ല, എന്തെങ്കിലും വായിക്കൂ. ഭക്ഷണം കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി പോകേണ്ടതുമില്ല, അപ്പം എന്തേലും വായിച്ചിരിക്കും. നല്ല മണവും തോന്നും. ശ്രീനിവാസനൊക്കെ ഇവിടെ വന്നാണ് ഭക്ഷണം ട്രിവാൻഡ്രത്ത് വരുമ്പോൾ കഴിക്കാറ്. കിച്ചണൊക്കെ നമുക്ക് ഫുഡ് ഇതെല്ലാം ഓർഗാനിക് ആണെന്നാണ് പറയുന്നത്. കോക്കനട്ട് ഷുഗർ, റാഗി പൗഡർ, മില്ലറ്റ്സിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ. അവരി അവലോസ് പൊടി, മധുരം മഞ്ഞൾ അവലോസ് പൊടി, ചക്കക്കുരു അവലോസ് പൊടി, നമ്മുടെ ഏരിയയെല്ലാം ഉണ്ട് കേട്ടോ അവിടെ. എന്ത് തരണമെന്ന്? ഒതുക്കി തരണമെന്നല്ലേ? മുളപ്പിച്ചതൊക്കെ ഇത് എന്തെന്ന് ചെയ്യും? വീണ്ടും വേവിച്ചെടുക്കുമോ നമ്മൾ? വേവിച്ചെടുക്കും.
പിന്നെ നമുക്ക് 1 മണിക്കൂർ വെള്ളത്തിട്ട് കുതിർത്തിട്ട് പച്ചയായിട്ടും കഴിക്കാം. ഓ പിന്നെ വേവിച്ച് കറി വെച്ചിട്ട് അത് ഇത് ഹോഴ്സ് ഗ്രാമാണ്. ഇത് മുതൽ ശരി ശരി. ഇതേ ഇതെന്താ ഷുഗർ പഞ്ചസാരക്ക് പകരം ഉപയോഗിക്കണേണോ? എന്ത് സാധനമാണിത്? ഇത് കോക്കനട്ടിൻ്റെ തേങ്ങാപ്പാലിൻ്റെതാണോ? തേങ്ങാപ്പാലിൻ്റെ അല്ല, നമ്മൾ കള്ളൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. ആ ഒരു പ്രോസസ്സ് ചെയ്തത്. അതായത് നമുക്ക് ഡയറക്റ്റ് വൈറ്റ് പഞ്ചസാര കഴിച്ചു. ആ അതാ ഞാൻ ചോദിച്ചത്. അതും ഇതുമൊക്കെ ആ ഒരു ഇതിലാണ്. ഓക്കെ ഓക്കെ ശരി ശരി ശരി. ഇത് ഊട്ടിയിൽ നിന്ന് കൊണ്ടുവരുന്നതിനെല്ലാം വിഷരഹിതം ഓർഗാനിക് ആണെന്നാണ് അവർ പറയുന്നത്. നമുക്ക് അവരെ കിച്ചൺ ഒന്ന് കാണാൻ പറ്റും, കൊള്ളായിരുന്നു. നമുക്ക് ഒരു ഫുഡൊക്കെ വെച്ചേക്കുന്നുണ്ട്, എന്ത് ഭംഗിയായിട്ട്. ഇത്ര നാളായിട്ട് ഞാനിവിടെ വന്നിട്ടായിരുന്നു. ചേട്ടാ ഇവിടെ വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ? വെജിറ്റേറിയൻ. പിന്നെ മില്ലറ്റ്സ് പിന്നെ ഓർഗാനിക്. മുളക് പൊടിയില്ല, മസാലപ്പൊടിയില്ല, കായില്ല, പുളിയില്ല, പരിപ്പില്ല, വറുത്തരയ്ക്കുന്നില്ല, കടുകൂട്ടിയില്ല, വെജിറ്റേറിയൻ പൊട്ടതൊക്കെ ഉണ്ടാവും. അവരുടെ കിച്ചൺ ആണ് കേട്ടോ, എല്ലാം ഓർഗാനിക്. ഇതൊക്കെ എന്ത് സാധനം കേട്ടാ? എന്താണത്? പച്ചരിയോ? പച്ചടിയല്ല, അതെനിക്കും അറിയാം. മില്ലറ്റ് റൈസ്. ആ അതെ. ഇതാ ചമ്മന്തി, തോരന്, പച്ചടി, അവിയൽ. ഇതാ തവിട്. തവിട്. അത് ബ്രൗൺ റൈസ്. നമ്മുടെ ചമ്പാവരിയുടെ വേറെ മില്ലറ്റ് റൈസ്. മറ്റേ ബ്രൗൺ റൈസ്. എന്ത് പായസമാണ്? മില്ലറ്റ് പായസം കഴിക്കാം നമുക്ക്. ബിരിയാണിയൊക്കെ ഉള്ള ദിവസം ഉണ്ടായിരുന്നു കേട്ടാ, അറിയില്ല. ബിരിയാണി എന്ത് ബിരിയാണി? ആഹാ, വെജിറ്റേറിയൻ അല്ലെന്നല്ലേ അവർ അവകാശപ്പെടുന്നത്. ചേട്ടാ രാവിലെ ഉണ്ടോ കട? ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല? ശരി ശരി. ഡിന്നറോ? ഡിന്നറോ എല്ലാം ശരി ശരി. നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് ചേട്ടൻ പറഞ്ഞിട്ട് അഭിപ്രായം പറയാം. സെറ്റപ്പ് കുഞ്ഞല്ല, അത്യാവശ്യം എല്ലാവർക്കും ഇരിക്കാം. നമ്മളിരിക്കുന്ന സ്ഥലം കുഞ്ഞ് സെറ്റപ്പ്. നേരത്തെ പറഞ്ഞില്ല, ബുക്സൊക്കെ റീഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. തൊട്ടടുത്താണ് സെക്രട്ടേറിയറ്റ്. അവിടുത്തെ സ്റ്റാഫുകളും കാര്യങ്ങളും അല്ലാത്തവരും ഉണ്ട്. ഫാമിലി ആയിട്ടും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ടേക്ക് വരും. ഇന്നിപ്പം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു, അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കാറും കാണാം കേട്ടോ. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. എന്താ ഹൗസിംഗ് ബോർഡ്, അവരുടെ ഗൂഗിൾ മാപ്പ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നേരത്തെ ചേട്ടൻ പറഞ്ഞതിൻ്റെ അഭിപ്രായം പറയാം. ചേട്ടാ വിശക്കുന്ന ആരെങ്കിലും? ഇതെന്ത് തവിടോ? എന്തിൻ്റെ തവിട്? അവല് നനച്ചതിൻ്റെ ഒരു ടേസ്റ്റ്. അത് കൊള്ളാം, സൂപ്പാണേ. പഴം എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുള്ളൊരു ജ്യൂസ് പോലെ. നൈസ്. പയറ് മുളപ്പിച്ചത് എനിക്ക് വലിയ താല്പര്യമില്ല, എങ്കിലും കൊള്ളാം കേട്ടോ. എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണേ. ക്യാരറ്റൊക്കെ ഇട്ടു. നോർമൽ സാലഡ്, പപ്പായ ആൻഡ് വാട്ടർമെലൺ. ഇത് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. തവിട് കൊള്ളാം, ജ്യൂസും കൊള്ളാം. ഇതിലെന്തൊക്കെ വരും? ക്യാരറ്റോ എന്തൊക്കെ ഇട്ടിട്ടാണ്. കുടിച്ചു നോക്കട്ടെ. നൈസ്, കൊള്ളാം. നമ്മുടെ നോമ്പ് കഞ്ഞിയൊക്കെ കുടിക്കും പോലെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇത്ര തന്നെയല്ലോ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ വരുന്നത്. ഇതെന്താ കറി? പയറും എല്ലാം കൂടി ഇട്ടിട്ടൊരു കറിയേ. അത് കൊള്ളാം.
ചമ്മന്തി എന്നല്ലേ പറഞ്ഞ? ചമ്മന്തിയാണ്, കൊള്ളാം. ഇത് തോരൻ, ക്യാബേജ്, കോവയ്ക്ക കിട്ടും. റൈസ് കഴിക്കാം. പച്ചടി അതും കൊള്ളാം. എനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഇഷ്ടപ്പെട്ടു. ഇത് ബിരിയാണിയാണേ, എൻ്റെ ഫേവറേറ്റ് ബിരിയാണി. മില്ലറ്റ് ബിരിയാണിയാണ് കേട്ടോ. ഇത് മറ്റേ ബ്രൗൺ റൈസ്. ഇത് വീടിന് ഇഷ്ടം പോലെ ഇരിക്കും. ഞാൻ ഡയറ്റ് ചെയ്യാൻ വാങ്ങിച്ചത്. കൊള്ളാം. ഇതെന്താ ജ്യൂസ്? വെജിറ്റബിൾ ജ്യൂസാ? മോര്. ആ, മോര്. പായസം, മില്ലറ്റ് പായസം. ഡയറ്റ് ചെയ്യുന്നവർക്കും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൂപ്പർ കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു സെറ്റ് കൂടെ ഓർഡർ ചെയ്യാം. ഞാനിതെടുത്തു. ഏട്ടനൊരു ചപ്പാത്തി സെറ്റ് കൂടെ പറഞ്ഞു. അപ്പോൾ ചപ്പാത്തിയും ഇത്രയും കറികളും ഉണ്ടാവും എന്ന് പറഞ്ഞു. ബിരിയാണിയൊക്കെ നല്ലത് കേട്ടോ. ചിക്കൻ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ ഹെൽത്തിയാണ്. ഇത് അവിടെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പം എനിക്കിഷ്ടമായി. അത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. ഞാൻ പിന്നെ കഴിച്ചോളാം. 3 ചപ്പാത്തി. എല്ലാ കറികളും ഉണ്ട്. ചപ്പാത്തിയും ഈ കറിയും കൊള്ള ഒരു ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഒക്കെ പോലെ. നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം. ഇതെന്താ വെജിറ്റേറിയൻ ഭക്ഷണം വ്യത്യാസം? വ്യത്യാസം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓർഗാനിക് അല്ലേ, ഹെൽത്തിയാണ്. ഹെൽത്തി. സാധാരണ വെജിറ്റേറിയൻ ഭക്ഷണം ഈ ഭക്ഷണം വ്യത്യാസം വ്യത്യാസം പറയാറും കൂടെ കൊള്ളായിരുന്നു. കായ ഉപയോഗിച്ചില്ല, പുളി ഉപയോഗിച്ചില്ല, പരിപ്പ് ഉപയോഗിച്ചില്ല, അരച്ചിട്ടില്ല, കടുക് പൊടിച്ചിട്ടില്ല, അച്ചാറില്ല, പപ്പടമില്ല. അച്ചാറില്ല, പപ്പടമില്ല. അതെ. കുടിക്കാൻ വെള്ളമില്ലേ? വെള്ളത്തിന് പകരം മോര്. വെള്ളം കുടിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ മോശമല്ലേ വെള്ളം കുടിക്കുന്നത്. നല്ല ആഹാരം കഴിക്കാൻ ആരും വെള്ളം കുടിക്കുന്നില്ല, ആരും ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഭക്ഷണം കഴിക്കാൻ വെള്ളം വേണ്ട. കാര്യം നമ്മൾ മസാല കൂടുതലായിരിക്കും അതിന് വെള്ളം കുടിക്കും. അല്ല, അതുകൊണ്ട് കറിയുടെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. മസാല കുറവായുണ്ട്. മസാല ഇട്ടതില്ലേ? അതെ. ഇത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വെച്ച് നോക്കി ഒരു മസാല ഇല്ല. വെജിറ്റേറിയൻ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നല്ല ആഹാരം കഴിക്കാനില്ല. സദ്യ കഴിക്കാൻ പോകുന്നത്, സദ്യ കഴിക്കുമ്പോൾ ക്ഷീണിക്കാൻ പാടുണ്ട്. ഇത് ക്ഷീണിച്ചല്ലേ വരിക. അപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം നല്ലതല്ല. അതിൽ മസാല കുഴപ്പമുണ്ടാകും. കാര്യം ഒരു 4-5 രുചി കൂടുതൽ തീരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പൊടിക്ക് താങ്ങാനാവില്ല. ഇത് പലതരം രുചികൾ, പലതരം മസാലകൾ എങ്ങനെ പൊടിക്ക് താങ്ങാനാവില്ല. അതുകൊണ്ട് ക്ഷീണം വരും. എന്ത് സാധനം ഏട്ടാ? അത് എള്ളുണ്ട്. ഹലോ പറയും. നിന്റെ പേരെന്താ? ലക്ഷദ്വീപ് ഹൽവ. ഒരു 2 എടുക്കോ? സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേട്ടോ. പൈസ ഇട്ട് കൊടുക്കും. 28 വർഷമായി. 28 വർഷമായി. ഇവിടെ 20 വർഷമായി. ആണോ? ഇവിടെ തിരുമല. നമ്മളൊരു 5-6 വർഷം കൊണ്ട് അറിയുന്നുണ്ട്, പക്ഷെ ഇപ്പോഴാണ് വരാതെ. ഞാൻ ആർട്ടിസ്റ്റാണ്. അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പോട്ടെ, മോള് വരാൻ സമയമാവും. അവരുടെ ലക്ഷദ്വീപ് ഹൽവയോടെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. എന്തായാലും ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ എനിക്ക് വെജിറ്റേറിയൻ ഫുഡൊന്നും ഞാൻ കഴിക്കാത്തൊരാളാണ്, പക്ഷെ ഇത് കഴിക്കണമെന്ന് കൊതിയായിട്ട് വന്ന് കഴിച്ചതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതെ, ഞാൻ ഇതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടേ. എൻ്റെ പിക്കിളാണ് കിടന്ന് പിക്കിളന്ന് വസ്ത്രയാണ് കൂക്ക് പഠിക്കുന്നത്. കഴിച്ച ഉടനെ ഒന്ന് വേദയ്ക്ക് വാങ്ങിച്ച്. അരവണ പായസം, ഡേറ്റ്സ്, തേങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് കൊള്ളാം കേട്ടോ. നൈസ്.
ലഞ്ചും കഴിഞ്ഞു. ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. കാതുകുത്തൽ നടന്നില്ല, നാളെ നമുക്ക് കാതുകുത്താം. ഇനി വേദ വരാൻ സമയം 2:30 മണി ആയെന്ന് തോന്നുന്നു. 2:45 വേദ എത്തും. നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. പിന്നെ ബസ് ട്രെയിനിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം. ബുക്കെല്ലാം ഓർഡർ ചെയ്യണമെങ്കിൽ താഴെ നമ്പർ മെൻഷൻ ചെയ്തേക്കാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.